തുടക്കക്കാർ ഏതൊക്കെ യോഗാസനങ്ങളാണ് ചെയ്യുന്നത്, അവർ ആദ്യമായിട്ട് യോഗ ചെയ്ത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് യോഗാസനങ്ങൾ ചെയ്ത് തുടങ്ങുന്നവർ വളരെ ലളിതമായ യോഗാസനങ്ങൾ വേണം ഫസ്റ്റ് ആരംഭിക്കാൻ. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറൻ്റ് ആണ്. അപ്പം ചിലർ ബൈ ബർത്ത് തന്നെ അവരുടെ ബോഡി കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി സങ്കീർണമായ യോഗാസനങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാവരും ബോഡി ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ലഘുവായ യോഗാസനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആരാണെങ്കിലും യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വാമപ്പ് എക്സസൈസ് ഒരു 5 മിനിറ്റ്സിലും ഒരു ബോഡി വാമപ്പ് ചെയ്യണം. അത് നമ്മുടെ ഓരോ ജോയിൻസും ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി. പെട്ടെന്ന് യോഗാസനങ്ങളിലേക്ക് ഡയറക്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും പിടുത്തം ഉണ്ടാവുമോ ഉടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുക. അതിനുശേഷം വളരെ സിമ്പിളായിട്ടുള്ള യോഗാസനങ്ങൾ വേണം തുടക്കത്തിൽ ചെയ്തു തുടങ്ങാൻ. എൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതല്ലെങ്കിൽ പിന്നീട് വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയിട്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് പിന്നീടാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആദ്യം നമ്മൾ നെക്കിൻ്റെ എക്സസൈസ് ചെയ്യണം. ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ വീഡിയോ ലിങ്ക് ചെയ്യപ്പോഴും. ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വൈറ്റ് വളരെ സ്ലോലി നെക്ക് മൂവ് ചെയ്യിക്കുക. സാവധാനം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യിക്കുക. ദെൻ അപ്പ് ഡൗൺ ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ അപ്പ് ഇനിയും 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ ഡൗൺ താടി ചെസ്റ്റിലെ മുട്ടത്തൊക്കെ പോലെ വീണ്ടും again down. then നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. അടുത്ത് സാവധാനം റൊട്ടേഷനൊക്കെ വളരെ സാവധാനം ചെയ്യാവുള്ളൂ. തിരിച്ചും എല്ലാവരും 5 തവണ നിങ്ങൾ ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ച് തരുന്നതേ ഉള്ളൂ. ഇനി ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർ, ചിലർക്ക് പെട്ടെന്നൊരു ബാലൻസിൻ്റെ പ്രോബ്ലമൊക്കെ ബുദ്ധിമുട്ട് വരും. അവർ ഹാഫ് റൊട്ടേഷൻ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇത് നമ്മൾ കൈയുടെ വിരലുകൾ ഫസ്റ്റ് ഇതുപോലെ മൂവ് ചെയ്യിക്കുന്നു. വിരലുകൾക്കൊക്കെ ഒരു രക്തയോട്ടം കൂടാൻ വേണ്ടി. ദെൻ കൈയുടെ ഈ ഭാഗം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ദെൻ ഇങ്ങനെ വയ്ക്കാം. 1 2 3. ഈ ഭാഗം നല്ല ഒരു വഴക്കം കിട്ടാൻ വേണ്ടിയാണ്. ദെൻ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ചെയ്യുക. കൈയുടെ മുട്ടിൻ്റെ ഭാഗം ഒന്ന് ലൂസാകാൻ വേണ്ടി. ദെൻ ഇവിടെ ഈ ഒരു രീതിയിൽ നമുക്ക് മൂവ് ചെയ്യിക്കാം. തിരിച്ചു ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ദെൻ നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് ബ്രീത്ത് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴ്ന്നത്. ഈ ഒരു രീതി ചെയ്യാം. ചെസ്റ്റിൻ്റെ ഭാഗം. ദെൻ നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം. അങ്ങനെ നമുക്ക് കാലൽപ്പം ഒന്ന് ഒരടി അകത്ത് നിർത്തിയിട്ട് ഇതുപോലെ നമ്മുടെ ബട്ടക്സ് പിമ്പോട്ടും സൈഡ് വേസ് മുമ്പോട്ടും ദെൻ തിരിച്ച് ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ അരക്കെട്ടിൻ്റെ ഭാഗം ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയാണ്. ദെൻ നമുക്ക് കാലിൻ്റെ മുട്ട ഈ ഒരു രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് മുട്ടിൻ്റെ ഭാഗത്തൊരു വഴക്കമുണ്ടാക്കാൻ വേണ്ടി. മുട്ടുവേദന ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്.
ഇങ്ങനെ വയ്ക്കുക. ദെൻ നമ്മുടെ ഈ കാല് നമുക്ക് ഇങ്ങനെ വെക്കാം. ദെൻ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക. നമ്മുടെ ഫിംഗേഴ്സ് ഇതുപോലെ വിടർത്തുക, ചുരുക്കി പിടിക്കുക, അങ്ങനെ ചെയ്യാം. മറ്റേ കാല് ഇതുപോലെ ദെൻ റൊട്ടേഷൻ തിരിച്ച് ദെൻ വിരലുകൾ ഇങ്ങനെയൊക്കെ വയ്ക്കുക. ദെൻ നമുക്കൊന്ന് ഇതുപോലെ ഇത്രമാകുമ്പോൾ നമ്മളുടെ ബോഡി ഫുള്ളൊന്ന് മൂവ്മെൻറ്റ് വരും. ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണുകളടച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. നിന്നുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശിഥില താടാസനം എന്ന് പറയും. കൈകൾ അല്പാകത്തി ലൂസാക്കിയിട്ട് കാലുകൾ അല്പാകത്തി കണ്ണുകളടച്ച് 1 മിനിറ്റ് നോർമൽ ബ്രീത്തിങ് നിൽക്കുക. അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് യോഗാസനത്തിലേക്ക് പോകാം. കൈകൾ സാവധാനം ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുക. ശ്വാസമെടുത്ത് തിരിച്ചു വന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി. ഒന്നുകൂടി കാണിക്കാം. ഇതിന് അർത്ഥകടിചക്രാസനം എന്നാണ് പറയുന്നത്. ഹാഫ് വീൽ പോസ്. നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ള എത്രയും ഭാഗം ഒരു വീലിൻ്റെ ഒരു ചക്രത്തിൻ്റെ പകുതി പോലെ ഹാഫായിട്ട് തോന്നും. അത് നമ്മുടെ ഈ ഭാഗത്തെ ഫാറ്റൊക്കെ കുറയാനുള്ളതാണ്. അതുപോലെ പൊക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ പൊക്കം കൂടാൻ, അത് ഒരു കൗമാരപ്രായത്തിൽ ചെയ്യണവർ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഈ അർത്ഥകടിചക്രാസനം ചെയ്യുന്നത് നല്ലതാണ്. ഈ സൈഡിൽ ചെയ്യണം. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യും. ശ്വാസം എടുത്ത് തിരിച്ചു വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും പഴയ സ്ഥിതിയിൽ വരും. ഇത് നിങ്ങൾ ഒരു 3 തവണയോ 5 തവണയെങ്കിലും ഓരോ യോഗാസനങ്ങളും ചെയ്യണം. കാലുകളൊരു 3.5 അടി അകലത്തിലേക്ക് നമ്മൾ വെക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഈ സൈഡിലേക്ക് ചെയ്യാം. അപ്പം ഈ കാലിൻ്റെ പാദം നമ്മൾ അങ്ങോട്ടിങ്ങനെ പാദം ഇങ്ങനെ തിരിച്ചു വെക്കുന്നു. ഈ കാലിൻ്റെ പാദം ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിർത്തുന്നു. ദെൻ ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഈ സൈഡിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്ത് താഴേക്ക് കൈ പാദത്തിലേക്ക് കൊണ്ടിരുന്നു. നോട്ടം നമ്മുടെ മറ്റേ കൈയിലേക്ക്. ഡീപ്പ് ബ്രീത്ത് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ബ്രീത്തിങ് നിൽക്കാം. ദെൻ ഉയർന്നു വരുന്നു, ശ്വാസം എടുത്ത് ഉയർന്നു വരുന്നു. ഇതുപോലെ മറ്റേ സൈഡിലും ചെയ്യണം. അതിന് നമ്മൾ ഈ പാദം 90 ഡിഗ്രി ആക്കുന്നു, മറ്റേ കാലിൻ്റെ പാദം 45. ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നു, ഇങ്ങോട്ടൊന്ന് നമ്മൾ തിരിയുന്നു. ദെൻ കൈ ഇങ്ങനെ ഇതിലൂടെ താത്തിയാണ്. ഓക്കെ, മറ്റേ കൈയിലേക്ക് നോക്കുന്നു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരും. ത്രികോണാസനം. ഇതും ഞാൻ മുമ്പ് പറഞ്ഞ ഗുണങ്ങളൊക്കെ ഈ യോഗാസനം ചെയ്യുമ്പോഴുണ്ട്. എല്ലാം ഈ സൈഡ് നമ്മുടെ സ്ട്രെച്ച് ആവുന്നുണ്ട്. കാലിൻ്റെയൊക്കെ പേശീബലം വർദ്ധിക്കാനും ഒക്കെ ഈ ത്രികോണാസനം ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം നിന്നുകൊണ്ടുള്ള 2 സിമ്പിൾ യോഗാസനങ്ങൾ പഠിച്ചു. ഇത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു 2 സിമ്പിൾ ആസനം കൂടെ ചെയ്യാം. അത് നമുക്ക് കാല് നീട്ടി ഇതുപോലെ കാല് നീട്ടിയിരുന്നു. സിമ്പിളായിട്ട് ചെയ്യാവുന്നത് വജ്രാസനമാണ്. ഏറ്റവും ഉത്തമമായ ഒരു യോഗാസനമാണ് വജ്രാസനം അല്ലെങ്കിൽ ഡയമണ്ട് പോസ്. അത് ഫുഡ് കഴിച്ചിട്ട് ചെയ്യാവുന്ന യോഗാസനമാണ്. ബാക്കിയെല്ലാ യോഗാസനങ്ങളും അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും
എന്ത് തരം വ്യായാമം ചെയ്താലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉടനെ ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ യോഗ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ ഒരു 3 hours കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗിൽ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വയറ് എംറ്റി ആയിരിക്കും. രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ വജ്രാസനം നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും ചെയ്യാവുന്ന യോഗാസനമാണ്. കാരണം അത് നമ്മുടെ ദഹനത്തെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ഇരിക്കുന്നു. ഇരുന്നുകൊണ്ടുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയായിരിക്കും. ഇതിന് സ്ഥിതി എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഓരോ കാലുകളായിട്ട് മടക്കുന്നു, മുട്ട് മടക്കുന്നു. എന്നിട്ട് ഈ കാലിൻ്റെ വെള്ളയിൽ നമ്മൾ ഇരിക്കുന്നു. ഈ 2 കാലിൻ്റെ വെള്ളയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് വജ്രാസനം. എന്നിട്ട് കൈ രണ്ടും കാൽമുട്ടിൽ വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ എല്ലാ സിസ്റ്റംസും നന്നായിട്ട് സ്റ്റിമുലേറ്റ് ആവും. അതുകൊണ്ടാണ് ദഹനം നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് ഇത് ഫുഡ് കഴിച്ചിട്ടും ചെയ്യാമെന്ന് പറയുന്നത്. മനസ്സിലായിക്കാണും. കാലുകൾ ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് ഈ വെള്ളയിൽ ഇതങ്ങോട്ട് അല്പം അകത്തിയിട്ട് കാലിൻ്റെ വെള്ളയിലേക്ക് നമ്മളിരിക്കും. അപ്പം ഈ ഭാഗത്ത് ഈ പാദം എവിടെ ഇരിക്കുന്നു നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പോസ്റ്റർ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുക. ദെൻ ഈ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നു, ഈ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നു. കൈവിരൽ കോർത്ത് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. ഓക്കെ, എന്നിട്ടിങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നു. ഇതിന് ബട്ടർഫ്ലൈ മൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. ബട്ടർഫ്ലൈ മൂവ്മെൻറ്റ് കാരണം ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ബത്ത കോണാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലിത്ര ഇങ്ങോട്ട് വരാത്തവർക്ക് അത് ഇവിടെ ഫ്ലെക്സിബിളായിട്ട് കാലിങ്ങനെ താഴാൻ വേണ്ടിയാണ് ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. ബട്ടർഫ്ലൈ പോസ് എന്ന് പറയും. ഇത് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു യോഗാസനമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്ത്രീകളുടെ പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, യൂട്രസിൻ്റെ പ്രോബ്ലംസ്, അതായത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ ഇതെല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഇത്രയൊക്കെ വരുള്ളായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചേ വരുന്നുണ്ടെങ്കിൽ വൈഡായിട്ടുള്ള മൂവ്മെൻറ്റ് സ്ലോലി ശരിക്കുക. ഓക്കെ, ഇത്രയൊക്കെ താഴ്ന്നവർ ഇതുപോലെ വയ്ക്കുക. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ലൊരു വലിച്ചിലും പ്രഷറും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഫസ്റ്റ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. എന്നാലും ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഇത് ചെയ്യാം. പറഞ്ഞാലോ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമാണ് ഈ ഒരു പോസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടുള്ള 2 യോഗാസനങ്ങൾ ചെയ്യും. ഇനി നമുക്ക് കിടന്നുകൊണ്ട് ഓരോ യോഗാസനങ്ങൾ ചെയ്യാം. മലർന്ന് കിടന്നിട്ടും കണ്ണിൽ നിന്നിട്ടും ഓരോ യോഗാസനങ്ങൾ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് കോബ്ര പോസ് ചെയ്യാം. അതിന് നമുക്ക് സാവധാനം ചെസ്റ്റിൻ്റെ ഇരുവശത്തും കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നമ്മുടെ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം ഉയർത്തുക. നോട്ടം മുകളിലിട്ട് ദീർഘമായ ശ്വാസം എടുക്കാം, അല്ലെങ്കിൽ നോട്ടിനത്തിലേക്ക് നിൽക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം താഴുക. ഓക്കെ, ഈ യോഗാസനവും സ്ത്രീകൾക്ക് വളരെ ഉത്തമമാണ്. അവരുടെ ഈ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. ദെൻ മലർന്ന് കിടന്നുകൊണ്ടുള്ള ഒരു യോഗാസനം. നമ്മുടെ വയറിലെ ഗ്യാസ്, അസിഡിറ്റി ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന യോഗാസനമാണ് പവനമുക്താസനം എന്ന് പറയും. വിൻഡ് റിലീസിങ് പോസ് അല്ലെങ്കിൽ എയർ റിലീസിങ് പോസ് എന്ന് പറയും. നമ്മുടെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന യോഗാസനമാണ് ഇത്. തുടക്കക്കാരാദ്യം ഓരോ കാലുകൾ
ഉയർത്തുക. കൈ ക്രോസ് ചെയ്ത് വിരലുകൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നമ്മുടെ വയറിലേക്ക് പ്രസ് ചെയ്യുക. കാല് വയറിലേക്ക് പ്രസ് ചെയ്യുക. തുടക്കത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് കുറച്ചുകൂടി പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ തല ഉയർത്തി കാലിൻ്റെ മുട്ടയിൽ നെറ്റി ടച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ വയറിന് പ്രഷർ വരും. ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. അത് സാധിക്കുന്നത് ചെയ്താൽ മതി. മറ്റേ കാലുകൾ പോലെ ഇങ്ങനെ ചെയ്തു വയറിലേക്ക് പ്രസ് ചെയ്യുക. റിലീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ റിലീസ് ചെയ്തു. ഇനി രണ്ട് കാലുമായിട്ട് ഇതുപോലെ ചെയ്യുക. 90 ഡിഗ്രി ഉയർത്തി മടക്കി എന്നിട്ട് വയറിനോട് ചേർത്ത് പിടിക്കുക. സാധിക്കുന്നവർ തലയുയർത്തി മുട്ടിൽ നെറ്റി ടച്ച് ചെയ്യിപ്പിക്കുക. ഇത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ശവാസനത്തിൽ റിലാക്സ് ചെയ്യാം. ഓരോ യോഗാസനം കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത യോഗാസനത്തിൽ പോകാൻ. വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഓരോ യോഗാസനം ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ വിശ്രാന്തിയാസനം അല്ലെങ്കിൽ ശവാസനത്തിൽ ഇതുപോലെ ഒരു 2-3 മിനിറ്റേക്കും കിടക്കുക. കൂടുതൽ സമയം കിടന്നാലും നല്ലത്. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും സർക്കുലേഷനൊക്കെ ഒന്ന് ഒരു സമനിലയാകാനും എല്ലാം. അപ്പം നമ്മൾ പല ആസനാസ് ചെയ്തു അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോയ്ക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി ഒന്ന് ഏകീകരിക്കാൻ മൈൻഡ് ആൻഡ് ബോഡി സമാവസ്ഥയിലെത്താൻ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നത് വളരെ പ്രയോജനമാണ്. അത് ചെയ്യണം. നിർബന്ധമായിട്ട് ലാസ്റ്റ് ശവാസനത്തിൽ വിശ്രമിക്കണം. അതിന് കൈകൾ രണ്ടിങ്ങനെ കൈ വെള്ളം മേളിലേക്കാക്കി ഇങ്ങനെ വയ്ക്കണം. കൈ അകത്തി വയ്ക്കുക. കാലുകൾ അല്പം അകത്തേക്ക് റിലാക്സ് ചെയ്തിടുക. ഒരിടത്തും നമ്മൾ ബലം കൊടുക്കാതെ റിലാക്സ് ചെയ്തിടുക. എന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ കിടക്കുക. ഒരു 2-3 മിനിറ്റ് കിടക്കുക. നമുക്ക് നമ്മുടെ കാലിൻ്റെ ഭാഗം തൊട്ട് മേലോട്ട് നമ്മുടെ ഓരോ ബോഡിയുടെ ഭാഗങ്ങളും റിലാക്സ് ആയി എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ശരീരം അയച്ചിട്ട് ഇങ്ങനെ വെക്കുക. എണീറ്റിരിക്കാം. നമുക്ക് എണീറ്റിരിക്കുമ്പോൾ നിങ്ങൾ വലത് സൈഡിലേക്ക് ചെരിഞ്ഞ് എണീക്കാൻ ശ്രദ്ധിക്കുക. വലത് സൈഡിലേക്ക് ചെരിഞ്ഞ് എണീക്കുക. എല്ലാ തവണയും ഞാൻ പറയുന്നതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇതുവരെ യോഗ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങട്ടെ. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.